ഏവർക്കും എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ഉത്തരം എഴുതിയെടുക്കേണ്ട കുട്ടികൾ ഒരു ബുക്കും പേനയും കരുതിയിരിക്കുക. പാഠപുസ്തകത്തിലെ 14ാം പേജിൽ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തുടർ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ തുടർ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ഒന്നാമത് കൊടുത്തിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഈ പാഠഭാഗത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇതിൽ സംഗ്രഹം കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ചിട്ടുള്ളവർക്ക് ആ ആശയങ്ങളിൽ വിപുലീകരിച്ച് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതാവുന്നതാണ്. അങ്ങനെ ശീലിച്ചെങ്കിൽ മാത്രമേ മാതൃഭാഷയിൽ ആശയങ്ങളെ വിപുലീകരിച്ചെഴുതുവാൻ പഠിക്കുകയുള്ളൂ. ആദ്യത്തെ ചോദ്യം കൂട്ടുതീർക്കണ്ടല്ലോ. അതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. എന്താണ് ചോദ്യം? നിരവലംബം മമ കുടുംബോമിനി. അതിനെക്കുറിച്ച് ഹംസത്തിൻ്റെ സവിശേഷതകൾ ചർച്ച ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എഴുതി തുടങ്ങാം. തനിക്കൊരു ആപത്തു വന്നപ്പോൾ സ്വന്തം കാര്യമോർത്തല്ല കുടുംബത്തെക്കുറിച്ചാണ് ഹംസം വിഷമിക്കുന്നത്. എന്താ? ഒന്നുകൂടി ഞാൻ പറയാം. തനിക്കൊരു ആപത്തു വന്നപ്പോൾ സ്വന്തം കാര്യമോർത്തല്ല കുടുംബത്തെക്കുറിച്ചാണ് ഹംസം വിഷമിക്കുന്നത്. അച്ഛൻ മരിച്ചുപോയി. ഏകമകനായ താൻ മാത്രമാണ് കുടുംബത്തിൻ്റെ ആശ്രയം. തനിക്ക് എന്തെങ്കിലും ആപത്തു വന്നുവെന്നറിഞ്ഞാൽ തൻ്റെ ഭാര്യ ജീവനൊടുക്കും എന്നല്ല ഹംസം പറയുന്നു. സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന ഹംസത്തിന് സ്വർണ്ണച്ചിറകുകളാണ്. ഹംസത്തിൻ്റെ പ്രത്യേകതയാണ്, ഹംസത്തിന് സ്വർണ്ണച്ചിറകുകളുണ്ട്. അപ്പോൾ ആ വരി ഞാൻ ഒന്നുകൂടി പറയാം. സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന ഹംസത്തിന് സ്വർണ്ണച്ചിറകുകളാണ്. എഴുതിയല്ലോ. ഏതൊരു വ്യക്തിയിലും കൗതുകം ജനിപ്പിക്കുന്ന രൂപമാണതിന്. സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന ഹംസത്തിന് സ്വർണ്ണച്ചിറകുകളാണ്. ഏതൊരു വ്യക്തിയിലും കൗതുകം ജനിപ്പിക്കുന്ന രൂപമാണതിന്. കൂടാതെ രാജാവാണെങ്കിലും അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണെന്ന് തുറന്നു പറയുവാനുള്ള തൻ്റെ ഇടവും. എന്താ? കൂടാതെ രാജാവാണെങ്കിലും അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണെന്ന് തുറന്നു പറയുവാനുള്ള തൻ്റെ ഇടവും വാക്സാമർഥ്യവും ഹംസത്തിൻ്റെ എടുത്തു പറയത്തക്ക പ്രത്യേകതകളാണ്. ഇങ്ങനെ രൂപത്തിലും ഭാവത്തിലും ഒട്ടേറെ ഗുണവിശേഷങ്ങൾ ഉള്ളവനാണ് ഹംസം. നമ്മുടെ അരയന്നം ഇങ്ങനെ ഒട്ടേറെ സവിശേഷതകളുണ്ട്. ആ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഞാൻ ഒന്നുകൂടി പറയാം. തനിക്കൊരു ആപത്തു വന്നപ്പോൾ സ്വന്തം കാര്യമോർത്തല്ല കുടുംബത്തെക്കുറിച്ചാണ് ഹംസം വിഷമിക്കുന്നത്. അച്ഛൻ മരിച്ചുപോയി. ഏകമകനായ താൻ മാത്രമാണ് കുടുംബത്തിൻ്റെ ആശ്രയം. തനിക്കെന്തെങ്കിലും ആപത്തു വന്നുവെന്നറിഞ്ഞാൽ തൻ്റെ ഭാര്യ ജീവനൊടുക്കും എന്നല്ല ഹംസം പറയുന്നു. സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന ഹംസത്തിന് സ്വർണ്ണച്ചിറകുകളാണ്. ഏതൊരു വ്യക്തിയിലും കൗതുകം ജനിപ്പിക്കുന്ന രൂപമാണതിന്. കൂടാതെ രാജാവാണെങ്കിലും അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണെന്ന് തുറന്നു പറയുവാനുള്ള തൻ്റെ ഇടവും വാക്സാമർഥ്യവും ഹംസത്തിൻ്റെ എടുത്തു പറയത്തക്ക പ്രത്യേകതകളാണ്. ഇങ്ങനെ രൂപത്തിലും ഭാവത്തിലും ഒട്ടേറെ ഗുണവിശേഷങ്ങളുള്ളവനാണ് ഹംസം. എല്ലാവരും എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ സ്നേഹമേ വിഹിതം എന്ന് പറയുന്ന ആ വരികളാണ്. അതിൽ നളൻ എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ് നിരൂപണം ചെയ്യേണ്ടത്. ആദ്യത്തെ നമ്മളെന്താണ്? ഹംസത്തിൻ്റെ സവിശേഷതകൾ, അതായത് ഹംസത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് നിരൂപണം ചെയ്യാൻ നമ്മൾ ആദ്യത്തേതിൽ പഠിച്ചു. ഹംസവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊന്നിനും ചെറിയ മാർക്കിന് നമുക്കതെഴുതാം.
ഇവിടെയോ നളൻ എന്ന കഥാപാത്രത്തെയാണ് നമ്മൾ നിരൂപണം ചെയ്യുന്നത്. എന്താണ് അത് നമുക്ക് നോക്കാം. ആ ഉത്തരം ഞാൻ പറയാം. നിഷധ രാജ്യത്തെ രാജാവായ നളൻ, നമുക്കറിയാം അദ്ദേഹം നിഷധ രാജ്യത്തെ രാജാവാണ്. അപ്പോൾ നിഷധ രാജ്യത്തെ രാജാവായ നളൻ ദമയന്തിയുടെ ഗുണവിശേഷങ്ങൾ കേട്ടറിഞ്ഞ് അവളിൽ അനുരക്തനായിരിക്കുകയാണ്. അങ്ങനെ പ്രണയപരവശനായി ഉദ്യാനത്തിൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വർണ്ണ നിറമുള്ള ആരിലും കൗതുകമുണർത്തുന്ന മനോഹര രൂപമുള്ള ഒരു ഹംസം നളൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഞാൻ ആ വരികൾ ആദ്യം ഒന്നുകൂടി പറയാം. നിഷധ രാജ്യത്തെ രാജാവായ നളൻ ദമയന്തിയുടെ ഗുണവിശേഷങ്ങൾ കേട്ടറിഞ്ഞ് അവളിൽ അനുരക്തനായിരിക്കുകയാണ്. അങ്ങനെ പ്രണയപരവശനായി ഉദ്യാനത്തിൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്വർണ്ണ നിറമുള്ള ആരിലും കൗതുകമുണർത്തുന്ന മനോഹര രൂപമുള്ള ഒരു ഹംസം നളൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കൗതുകം കൊണ്ട് നളൻ ഹംസത്തെ പിടികൂടി. അതിനെ ഉപദ്രവിക്കണമെന്നൊന്നും അദ്ദേഹത്തിനില്ല. നളൻ്റെ പിടിയിലകപ്പെട്ടപ്പോൾ വിലപിക്കുന്ന ഹംസത്തെ നളൻ ആശ്വസിപ്പിക്കുകയാണ്. അതിനോട് ഇഷ്ടക്കേടില്ലെന്നും സ്നേഹം മാത്രമേ ഉള്ളൂവെന്നും നളൻ പറയുന്നു. സഹജീവി സ്നേഹം നളൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഉപദ്രവമൊന്നും താൻ ചെയ്യില്ലെന്നും സ്വതന്ത്രമായി പറന്നു പൊയ്ക്കൊള്ളാനും നളൻ ഹംസത്തോട് പറയുന്നു. ആ പാരഗ്രാഫ് ഞാൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. നിഷധ രാജ്യത്തെ രാജാവായ നളൻ ദമയന്തിയുടെ ഗുണവിശേഷങ്ങൾ കേട്ടറിഞ്ഞ് അവളിൽ അനുരക്തരായിരിക്കുകയാണ്. അങ്ങനെ പ്രണയപരവശനായി ഉദ്യാനത്തിൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്വർണ്ണ നിറമുള്ള ആരിലും കൗതുകമുണർത്തുന്ന മനോഹര രൂപമുള്ള ഒരു ഹംസം നളൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. കൗതുകം കൊണ്ട് നളൻ ഹംസത്തെ പിടികൂടി. അതിനെ ഉപദ്രവിക്കണമെന്നൊന്നും അദ്ദേഹത്തിനില്ല. നളൻ്റെ പിടിയിലകപ്പെട്ടപ്പോൾ വിലപിക്കുന്ന ഹംസത്തെ നളൻ ആശ്വസിപ്പിക്കുകയാണ്. അതിനോട് ഇഷ്ടക്കേടില്ലെന്നും സ്നേഹം മാത്രമേ ഉള്ളൂവെന്നും നളൻ പറയുന്നു. സഹജീവി സ്നേഹം നളൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഉപദ്രവമൊന്നും താൻ ചെയ്തില്ലെന്നും സ്വതന്ത്രമായി പറന്നുപോയിക്കൊള്ളാനും നളൻ ഹംസത്തോട് പറയുന്നു. അടുത്ത പാരഗ്രാഫ് എഴുതുക. നന്മയുള്ളവനും ഉദാരമതിയും സ്നേഹശീലനുമായ രാജാവാണ് നളൻ. അതുകൊണ്ടാണ് ഹംസത്തിൻ്റെ കരച്ചിൽ കേട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സലിയുന്നത്. സഹജീവി സ്നേഹം, കരുണ തുടങ്ങിയ ഗുണങ്ങളുള്ള ഉത്തമ കഥാപാത്രമായാണ് നളനെ ഉണ്ണായി വാര്യർ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താ, ഒന്നുകൂടി ആ പാരഗ്രാഫ് നോക്കാം. നന്മയുള്ളവനും, നള രാജാവിൻ്റെ പ്രത്യേകത എന്തൊക്കെയാ? നന്മയുള്ളവനും ഉദാരമതിയും സ്നേഹശീലനുമായ രാജാവാണ് നളൻ. അതുകൊണ്ടാണ് ഹംസത്തിൻ്റെ കരച്ചിൽ കേട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സലിയുന്നത്. സഹജീവി സ്നേഹം, കരുണ തുടങ്ങിയ ഗുണങ്ങളുള്ള ഉത്തമ കഥാപാത്രമായാണ് നളനെ ഉണ്ണായി വാര്യർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവ ഭൂപതേ എന്ന് പറയുന്ന അതിൽ ഈ കവിതയിൽ ഹംസത്തിൻ്റെ വാക്കുകളൊക്കെ നമുക്ക് വിശകലനം ചെയ്ത് അവയിൽ തെളിയുന്ന ജീവിത മൂല്യങ്ങൾ അവതരിപ്പിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പരീക്ഷയ്ക്ക്. ഒന്ന് നോക്കാം. രൂപഭംഗിയോടൊപ്പം തന്നെ അതിവിശിഷ്ടമായ സ്വഭാവ ഗുണമുള്ള കഥാപാത്രമാണ് നള മഹാരാജാവിൻ്റെ കയ്യിൽ അകപ്പെട്ട ഹംസം. വളരെ വിവേകത്തോടു കൂടിയാണ് ഹംസം സംസാരിക്കുന്നത്. ചെറിയ തെറ്റുപോലും ചെയ്യാത്ത തന്നെ കൊന്നാൽ രാജാവായ അങ്ങേക്ക് പല തരത്തിലുള്ള ദുരിതം വന്നു ചേരുമെന്നാണ് ഹംസം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നത്. തെറ്റ് ചെയ്യാത്തവനെ ശിക്ഷിക്കുകയോ ഒരു തരത്തിൽ ഉപദ്രവിക്കുകയോ ചെയ്യരുത് എന്ന നിലപാടാണ് ഹംസത്തിനുള്ളത്.
സഹജീവികളോട് സ്നേഹവും കരുണയും ഉണ്ടായിരിക്കണം. കാരണമില്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ അത് ദുരിതത്തിന് കാരണമാകും എന്നീ മഹത്തായ ജീവിത മൂല്യങ്ങളാണ് ഹംസം എന്ന കഥാപാത്രത്തിൻ്റെ വാക്കുകളിലൂടെ ഉണ്ണായി വാര്യർ നമുക്ക് പറഞ്ഞു തരുന്നത്. അത് ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ പറയാം. രൂപഭംഗിയോടൊപ്പം തന്നെ അതിവിശിഷ്ടമായ സ്വഭാവ ഗുണവുമുള്ള കഥാപാത്രമാണ് നള മഹാരാജാവിൻ്റെ കയ്യിൽ അകപ്പെട്ട ഹംസം. വളരെ വിവേകത്തോടു കൂടിയാണ് ഹംസം സംസാരിക്കുന്നത്. ചെറിയ തെറ്റുപോലും ചെയ്യാത്ത തന്നെ കൊന്നാൽ രാജാവായ അങ്ങേക്ക് പലതരത്തിലുള്ള ദുരിതം വന്നു ചേരും എന്നാണ് ഹംസം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നത്. തെറ്റ് ചെയ്യാത്തവനെ ശിക്ഷിക്കുകയോ ഒരു തരത്തിലും ഉപദ്രവിക്കുകയോ ചെയ്യരുത് എന്ന നിലപാടാണ് ഹംസത്തിനുള്ളത്. സഹജീവികളോട് സ്നേഹവും കരുണയും ഉണ്ടാകണം. കാരണമില്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ അത് ദുരിതത്തിന് കാരണമാകും എന്നീ മഹത്തായ ജീവിത മൂല്യങ്ങളാണ് ഹംസം എന്ന കഥാപാത്രത്തിൻ്റെ വാക്കുകളിലൂടെ ഉണ്ണായി വാര്യർ നമുക്ക് പകർന്നു തരുന്നത്. ഇനി 5-ാമത്തെ ചോദ്യം നോക്കാം. അയ്യോ ഗുണവും അനവധി ദോഷമായതു എന്ന് പറയുന്ന ആ ചോദ്യം. അപ്പോൾ അതിലിപ്പോൾ ചോദിക്കുന്നത്, നമ്മുടെ ഗുണങ്ങളും ചിലപ്പോൾ നമുക്ക് ദോഷത്തിന് കാരണമാകുന്നു എന്ന നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ്. സ്വന്തം അഭിപ്രായമാണ് ഇവിടെ വിലയിരുത്തേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഉത്തരം ഒന്ന് നോക്കാം. രൂപഭംഗി കണ്ട് കൗതുകം തോന്നി നളൻ ഹംസത്തെ പിടികൂടുമ്പോൾ തൻ്റെ ഗുണങ്ങൾ തന്നെ തനിക്ക് ദോഷകരമായി ഭവിച്ചിരിക്കുന്നു എന്നാണ് ഹംസം വിലപിക്കുന്നത്. രൂപഭംഗി എന്ന തൻ്റെ ഗുണം ഇപ്പോൾ തനിക്ക് തന്നെ ദോഷത്തിന് കാരണമായിരിക്കുന്നു എന്നാണ് ഹംസം ചിന്തിക്കുന്നത്. സത്യം, ധർമ്മം, നീതി, സഹജീവി സ്നേഹം, ആത്മാർത്ഥത തുടങ്ങിയ ശ്രേഷ്ഠമായ ഗുണങ്ങൾ എല്ലാ മനുഷ്യരിലുമുണ്ട്. സത്യം പറയുന്നതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്ന സന്ദർഭങ്ങളുണ്ടാകാം. ഒരാളെ സഹായിക്കാൻ സന്മനസ്സ് കാണിച്ചതിൻ്റെ പേരിൽ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. ഇത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സ്വയം എഴുതാവുന്ന ചോദ്യങ്ങളാണ്. എന്താണ്? രൂപഭംഗി കണ്ട് കൗതുകം തോന്നി നളൻ ഹംസത്തെ പിടികൂടുമ്പോൾ തൻ്റെ ഗുണങ്ങൾ തന്നെ തനിക്ക് ദോഷകരമായി ഭവിച്ചിരിക്കുന്നു എന്നാണ് ഹംസം വിലപിക്കുന്നത്. രൂപഭംഗി എന്ന തൻ്റെ ഗുണം ഇപ്പോൾ തനിക്ക് തന്നെ ദോഷത്തിന് കാരണമായിരിക്കുന്നു എന്നാണ് ഹംസം ചിന്തിക്കുന്നത്. സത്യം, ധർമ്മം, നീതി, സഹജീവി സ്നേഹം, ആത്മാർത്ഥത തുടങ്ങിയ ശ്രേഷ്ഠമായ ഗുണങ്ങൾ എല്ലാ മനുഷ്യരിലുമുണ്ട്. സത്യം പറയുന്നതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം. ഒരാളെ സഹായിക്കാൻ സന്മനസ്സ് കാണിച്ചതിൻ്റെ പേരിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. നമ്മുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാം. എന്നാൽ ഇതൊക്കെ താൽക്കാലികമായ ദോഷങ്ങളാണെന്ന് കരുതുകയും മനുഷ്യത്വപരമായ പെരുമാറ്റങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും മാറാതെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുകയാണ് വേണ്ടത്. ഇതാണ് നമ്മുടെ പാഠഭാഗത്തിലുള്ള പ്രധാന ചോദ്യങ്ങളുടെ ഉത്തരം. ഇതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഈ വീഡിയോയിലിടാം. അതിൻ്റെ ഉത്തരം വാട്സാപ്പിൽ എനിക്ക് എഴുതി അയച്ചു തരുമല്ലോ. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഭാഷയുമായിട്ട് അടുത്ത് പരിചരിക്കുന്നതിനും പരിചയപ്പെടുന്നതിനും ഏറ്റവും കൂടുതൽ മാർക്ക് മലയാളത്തിന് വാങ്ങിച്ചെടുക്കുന്നതിനും ഇതിലൂടെ സാധിക്കും. ഒരു 4 പാഠം കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് സ്വയം ഉത്തരം എഴുതാനുള്ള ശേഷി ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഏറ്റവും അടുത്ത 10 കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഒന്നുകൂടി പറയുന്നു, ഈ നോട്ട്സ് കേട്ടെഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എനിക്ക് വാട്സാപ്പ് ചെയ്താൽ അതിൻ്റെ നോട്ട് ഞാൻ അയച്ചു തരുന്നതാണ് എന്നറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.